ഞാൻ നിങ്ങൾക്ക് ഒരു ബിസിനസ് പറഞ്ഞു തരട്ടെയോ? അല്ലാഹ് പറയാ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടം, ഒരു ബിസിനസ്, തിജാറ ഞാൻ അറിയിച്ചു തരട്ടെയോ? ഈ തിജാറത്തിന്റെ പ്രത്യേകത എന്താ? തുഞ്ചീകും മിൻ അദാബിൻ അലീം. ഈ കച്ചവടത്തിൽ നിങ്ങൾ പങ്കാളിയായാൽ നാളെ വരാനിരിക്കുന്ന വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഉറപ്പാണ്. ഈ കച്ചവടം മുഖേന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏതാ ബിസിനസ്? തുഅ്മിനൂന ബില്ലാഹ്, ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കണേ. വറസൂലിഹി, അല്ലാഹുവിൽ വിശ്വസിച്ചാൽ പോരാ, അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിക്കണേ. തീർന്നില്ല. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, വിശ്വാസം മാത്രമല്ല മുഅ്മിനീങ്ങളെ ദീൻ എന്ന് പറയുന്നത്. ആ എന്താണോ വിശ്വസിച്ചത്, അല്ലാഹുവിൽ വിശ്വസിച്ചാൽ അല്ലാഹ് എന്താണോ പറഞ്ഞത്, റസൂലിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ റസൂൽ എന്താണോ പറഞ്ഞത്, ആ തീരുമാനമനുസരിച്ച് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ ജിഹാദ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ചെയ്യണം. വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യണം. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബിസിനസ്, അതാണ് ഏറ്റവും നല്ലത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു യഗ്ഫിർ ലക്കും, ഇത് ചെയ്താൽ വേറെ ഗുണം എന്താ അറിയാം? യഗ്ഫിർ ലക്കും, നിങ്ങളിൽ വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും. വയുദ്ഖിൽക്കും, അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടി ആറുകൾ ഒഴുകുന്ന സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില് ഇവിടന്തോ ക്ലേശം സാരമില്ല നിന്നില്. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, കിട്ടുമെങ്കിൽ പിന്നെ ഇവിടെ ഒരല്പം സഹിച്ചാലെന്താ, ക്ഷമിച്ചാലെന്താ? അതല്ലേ മഹാന്മാരായ സഹാബത്തൊക്കെ സ്വപ്നം കണ്ടത്? അതല്ലേ അവര് ജീവനും സമ്പത്തും എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത്?